കത്തിനശിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പഞ്ചായത്ത് നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നു. 10 ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ചൽ ചന്തയിൽ തീപിടിച്ച് നശിച്ച മാലിന്യങ്ങളാണ് നീക്കം ചെയ്യാത്തത്. സ്ഥലം സന്ദർശിച്ച MLA ഉൾപ്പെടെ മാലിന്യം നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. 10 ദിവസം മുമ്പാണ് അഞ്ചൽ ചന്തയിൽ അഗ്നിബാധ ഉണ്ടായത്. കത്തിനശിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും പഞ്ചായത്ത് അധികൃതർ ഇവിടെ നിന്നും നീക്കം ചെയ്യാത്തതിലാണ് വ്യാപാരികളും ചന്തയിലെത്തുന്നവരും പ്രതിഷേധിച്ചത്. കത്തിക്കരിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ദുർഗന്ധം ശ്വസിച്ച് മാരകമായ ശ്വാസകോശ രോഗങ്ങൾക്ക് അടിമപ്പെടുമോ എന്ന ഭീതിയിലാണ് വ്യാപാരികൾ. ആസ്മ പേഷ്യൻ്റാണ്. എനിക്ക് 2 വർഷം കൊണ്ട് ഞാൻ സ്പ്രേ യൂസ് ചെയ്യാതിരുന്ന എനിക്ക് ഇപ്പോൾ ഇത് കത്തിയതിന് ശേഷം ഞാൻ രാത്രി എനിക്ക് ആ സ്പ്രേ യൂസ് ചെയ്യാൻ എനിക്ക് കിടക്കാൻ പറ്റില്ല. എനിക്ക് സ്പ്രേ യൂസ് ചെയ്യുന്ന അവസ്ഥ വന്നു. അപ്പം ഇത് മാറ്റി തരണം. കാരണം സാധാരണ ജനങ്ങളാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾക്ക് അതിൻ്റേതായ ഞങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർ അധികാരികൾ അത് കണ്ണു തുറന്ന് കാണണം. കാരണം അധികാരികളുടെ മേൽത്തരത്തിൽ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങളുടെ പാവങ്ങളുടെ പ്രശ്നം അവർക്ക് മനസ്സിലാകത്തില്ല. ക്വാറന്റൈനിൽ കിടന്ന സാധനങ്ങൾ പോലും, കൊറോണ ടൈമിൽ കിടന്ന സാധനങ്ങൾ പോലും ഇവിടെ കിടക്കും. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ കൊണ്ടിട്ട കാര്യം. കോവിഡ് കാലത്ത് ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് വാങ്ങിയ കട്ടിലും മെത്തയും മറ്റ് ഫർണിച്ചർ ഉപകരണങ്ങളും തീപിടുത്തത്തിൽ അഗ്നിക്കിരയായി. 5 വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി അഞ്ചൽ ചന്തയിൽ നിർമ്മിച്ച കെട്ടിടവും തീപിടുത്തത്തിൽ നശിച്ചു. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന പ്രവർത്തകർ വാർഡിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചന്തയിലെ ഈ കെട്ടിടത്തിന് ചുറ്റും കൂട്ടിയിട്ടതാണ് തീപിടുത്തത്തിന് കാരണമായത്. തീപിടിച്ചതിനെ തുടർന്ന് കത്തി നശിച്ച മാലിന്യങ്ങളും മറ്റും അടിയന്തരമായി ചന്തയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ചന്തയിലെ വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.